നമ്മുടെ സ്റ്റോറിയുടെ പേര് ദി ഒബ്സ്റ്റക്കിൾ ഇൻ അവർ പാത്ത്. നമ്മുടെ വഴിയിലെ തടസ്സം അല്ലെങ്കിൽ പ്രതിബന്ധം. ഒബ്സ്റ്റക്കിൾ എന്ന് പറഞ്ഞാൽ തടസ്സം അല്ലെങ്കിൽ പ്രതിബന്ധം എന്നൊക്കെയാണ് അർത്ഥം. പാത്ത് വഴി. ദി ഒബ്സ്റ്റക്കിൾ ഇൻ അവർ പാത്ത്, നമ്മുടെ വഴിയിലെ തടസ്സം അല്ലെങ്കിൽ പ്രതിബന്ധം. ഇൻ ഏൻഷ്യൻ ടൈംസ് എ കിങ് ഹാഡ് എ ബൗൾഡർ പ്ലേസ്ഡ് ഓൺ എ റോഡ്വേ. പുരാതന കാലത്ത് ഒരു രാജാവ് ഒരു വഴിയിൽ ഒരു പാറക്കല്ല് സ്ഥാപിച്ചിരുന്നു. ഇൻ ഏൻഷ്യൻ ടൈംസ്. ഏൻഷ്യൻ ടൈംസ് എന്ന് വെച്ചാൽ പുരാതന കാലത്ത് അല്ലെങ്കിൽ പണ്ട് കാലത്ത്. എ കിങ് ഹാഡ് എ ബൗൾഡർ പ്ലേസ്ഡ് ഓൺ എ റോഡ്വേ. ബൗൾഡർ എന്ന് വെച്ചാൽ വലിയ പാറക്കഷ്ണം, ഉരുളൻ കല്ല് അല്ലെങ്കിൽ പാറക്കല്ല്, ഇതിനെയൊക്കെയാണ് നമ്മൾ ബൗൾഡർ എന്ന് പറയുന്നത്. പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇടുക അല്ലെങ്കിൽ സ്ഥാപിക്കുക എന്നൊക്കെയാണ് അർത്ഥം. റോഡ്വേ വഴി അല്ലെങ്കിൽ രാജപാത. ഹി ദെൻ ഹിഡ് ഹിംസെൽഫ് ആൻഡ് വാച്ച് ടു സീ ഇഫ് എനിവൺ വുഡ് മൂവ് ദ ബൗൾഡർ ഔട്ട് ഓഫ് ദ വേ. പിന്നെ അദ്ദേഹം ഒളിച്ചു നിന്ന് ആരെങ്കിലും പാറക്കല്ല് വഴിയിൽ നിന്ന് മാറ്റുമോ എന്ന് നോക്കി. ഹി ദെൻ ഹിഡ് ഹിംസെൽഫ്. ഹൈഡ് എന്ന് പറഞ്ഞാൽ ഒളിക്കുക, അതിൻ്റെ പാസ്റ്റാണ് ഹിഡ്. ഹിംസെൽഫ് എന്ന് പറഞ്ഞാൽ അവൻ തന്നെ അല്ലെങ്കിൽ സ്വയം. ഹി ദെൻ ഹിഡ് ഹിംസെൽഫ്. പിന്നെ അവൻ ഒളിച്ചു. ആൻഡ് വാച്ച് ടു സീ ഇഫ് എനിവൺ വുഡ് മൂവ് ദ ബൗൾഡർ. ആരെങ്കിലും പാറക്കല്ല് നീക്കുമോ എന്ന് നോക്കി. ഔട്ട് ഓഫ് ദ വേ, വഴിയിൽ നിന്ന്. സം ഓഫ് ദ കിങ്സ് wealthiest merchants and courtiers came by and simply walked around it. രാജാവിൻ്റെ ഏറ്റവും ധനികരായ ചില വ്യാപാരികളും കൊട്ടാര ജോലിക്കാരും അതുവഴി വന്ന് വെറുതെ ചുറ്റി നടന്നു. സം ഓഫ് ദ കിങ്സ് wealthiest merchants and courtiers came by. wealthiest എന്ന് വെച്ചാൽ ഏറ്റവും സമ്പന്നമായ അല്ലെങ്കിൽ ഏറ്റവും ധനികൻ. മെർച്ചൻ്റ് കച്ചവടക്കാരൻ അല്ലെങ്കിൽ വ്യാപാരി. കോർട്ടിയർ എന്ന് വെച്ചാൽ രാജസഭാംഗം, രാജസേവകൻ അല്ലെങ്കിൽ കൊട്ടാരം ജോലിക്കാരൻ എന്നൊക്കെയാണ് അർത്ഥം. സം ഓഫ് ദ കിങ്സ് വെൽത്തിയസ്റ്റ് മെർച്ചൻസ് ആൻഡ് കോർട്ടിയേഴ്സ് കെയിം ബൈ. രാജാവിൻ്റെ ഏറ്റവും ധനികരായ ചില വ്യാപാരികളും കൊട്ടാര ജോലിക്കാരും വന്നു. ആൻഡ് സിംപ്ലി വാക്ക്ഡ് അറൗണ്ട് ഇറ്റ്. വാക്ക് നടക്കുക, അറൗണ്ട് ചുറ്റും. ആൻഡ് സിംപ്ലി വാക്ക്ഡ് അറൗണ്ട് ഇറ്റ്, വെറുതെ അതിനു ചുറ്റും നടന്നു. മെനി പീപ്പിൾ ലൗഡ്ലി ബ്ലെയിം ദ കിങ് ഫോർ നോട്ട് കീപ്പിംഗ് ദ റോഡ്സ് ക്ലിയർ, ബട്ട് നൺ ഓഫ് ദം ഡിഡ് എനിത്തിങ് അബൌട്ട് ഗെറ്റിംഗ് ദ സ്റ്റോൺ ഔട്ട് ഓഫ് ദ വേ. റോഡുകൾ വൃത്തിയായി സൂക്ഷിക്കാത്തതിന് പലരും രാജാവിനെ ഉറക്കെ കുറ്റപ്പെടുത്തി. പക്ഷെ അവരിൽ ആരും കല്ല് വഴിയിൽ നിന്ന് മാറ്റാൻ ഒന്നും ചെയ്തില്ല. മെനി പീപ്പിൾ ലൗഡ്ലി ബ്ലെയിം ദ കിങ്. പീപ്പിൾ ആളുകൾ, മെനി പീപ്പിൾ ധാരാളം ആളുകൾ അല്ലെങ്കിൽ പലരും. ലൗഡ്ലി എന്ന് വെച്ചാൽ ഉച്ചത്തിൽ. ബ്ലെയിം കുറ്റപ്പെടുത്തുക. മെനി പീപ്പിൾ ലൗഡ്ലി ബ്ലെയിം ദ കിങ്. പലരും രാജാവിനെ ഉറക്കെ കുറ്റപ്പെടുത്തി. ഫോർ നോട്ട് കീപ്പിംഗ് ദ റോഡ്സ് ക്ലിയർ. ക്ലിയർ എന്ന് വെച്ചാൽ വൃത്തിയാക്കുക. ഫോർ നോട്ട് കീപ്പിംഗ് ദ റോഡ്സ് ക്ലിയർ, റോഡുകൾ വൃത്തിയായി സൂക്ഷിക്കാത്തതിന്. ബട്ട് നൺ ഓഫ് ദം ഡിഡ് എനിത്തിങ്. പക്ഷെ അവരിൽ ആരും ഒന്നും ചെയ്തില്ല. അബൌട്ട് ഗെറ്റിംഗ് ദ സ്റ്റോൺ ഔട്ട് ഓഫ് ദ വേ, കല്ല് വഴിയിൽ നിന്ന് മാറ്റുന്നതിനെക്കുറിച്ച്. മെനി പീപ്പിൾ ലൗഡ്ലി ബ്ലെയിം ദ കിങ് ഫോർ നോട്ട് കീപ്പിംഗ് ദ റോഡ്സ് ക്ലിയർ, ബട്ട് നൺ ഓഫ് ദം ഡിഡ് എനിത്തിങ് അബൌട്ട് ഗെറ്റിംഗ് ദ സ്റ്റോൺ ഔട്ട് ഓഫ് ദ വേ. പലരും രാജാവിനെ ഉറക്കെ കുറ്റപ്പെടുത്തി. പക്ഷെ അവരിൽ ആരും കല്ല് വഴിയിൽ നിന്ന് മാറ്റാൻ ഒന്നും ചെയ്തില്ല. എ പെസൻറ്റ് ദെൻ കെയിം അലോങ് ക്യാരിയിങ് എ ലോഡ് ഓഫ് വെജിറ്റബിൾസ്. അപ്പോഴാണ് ഒരു കർഷകൻ ഒരു ലോഡ് പച്ചക്കറികൾ ചുമന്ന് അതുവഴി വന്നത്. എ പെസൻറ്റ് ദെൻ കെയിം അലോങ്. പെസൻറ്റ് എന്ന് വെച്ചാൽ കർഷകൻ അല്ലെങ്കിൽ ഗ്രാമീണൻ എന്നൊക്കെയാണ് അർത്ഥം. എ പെസൻറ്റ് ദെൻ കെയിം അലോങ്. അപ്പോഴാണ് ഒരു കർഷകൻ വന്നത്. ക്യാരിയിങ് എ ലോഡ് ഓഫ് വെജിറ്റബിൾസ്. ക്യാരി എന്ന് പറഞ്ഞാൽ വഹിക്കുക, ചുമക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ക്യാരിയിങ് എ ലോഡ് ഓഫ് വെജിറ്റബിൾസ്, ഒരു ലോഡ് പച്ചക്കറികൾ ചുമന്ന്. എ പെസൻറ്റ് ദെൻ കെയിം അലോങ് ക്യാരിയിങ് എ ലോഡ് ഓഫ് വെജിറ്റബിൾസ്. അപ്പോൺ അപ്രോച്ചിങ് ദ ബൗൾഡർ ദ പെസൻറ്റ് ലേ ഡൗൺ ഹിസ് ബർഡൻ ആൻഡ് ട്രൈഡ് ടു പുഷ് ദ സ്റ്റോൺ ഔട്ട് ഓഫ് ദ റോഡ്. പാറക്കെട്ടിനടുത്തെത്തിയപ്പോൾ അയാൾ തൻ്റെ ഭാരം ഇറക്കി വെച്ച് കല്ല് റോഡിൽ നിന്ന് തള്ളി മാറ്റാൻ ശ്രമിച്ചു. അപ്പോൺ അപ്രോച്ചിങ് ദ ബൗൾഡർ. അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എത്തുക, അടുത്ത് വരിക, ഇതൊക്കെയാണ് അർത്ഥം. അപ്പോൺ അപ്രോച്ചിങ് ദ ബൗൾഡർ, പാറക്കെട്ടിനടുത്തെത്തിയപ്പോൾ. ദ പെസൻറ്റ് ലേ ഡൗൺ ഹിസ് ബർഡൻ. പെസൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു കർഷകൻ അല്ലെങ്കിൽ ഗ്രാമീണൻ. ലേ ഡൗൺ എന്ന് വെച്ചാൽ കിടത്തി, വെച്ചു, ഇതൊക്കെയാണ് അർത്ഥം. ബർഡൻ ഭാരം. ദ പെസൻറ്റ് ലേ ഡൗൺ ഹിസ് ബർഡൻ. കർഷകൻ അല്ലെങ്കിൽ ഗ്രാമീണൻ തൻ്റെ ഭാരം ഇറക്കി വെച്ചു. ആൻഡ് ട്രൈ ടു പുഷ് ദ സ്റ്റോൺ ഔട്ട് ഓഫ് ദ റോഡ്. ട്രൈ ശ്രമിക്കുക, പുഷ് തള്ളുക. ആൻഡ് ട്രൈ ടു പുഷ് ദ സ്റ്റോൺ ഔട്ട് ഓഫ് ദ റോഡ്, കല്ല് റോഡിൽ നിന്ന് തള്ളി മാറ്റാൻ ശ്രമിച്ചു.
സ്റ്റോൺ എന്ന് പറഞ്ഞാൽ കല്ലാണ് കേട്ടോ. ആഫ്റ്റർ മച്ച് പുഷിംഗ് ആൻഡ് സ്ട്രെയിനിങ് ഹി ഫൈനലി സക്സീഡഡ്. വളരെയധികം സമ്മർദ്ദത്തിനും ബുദ്ധിമുട്ടിനും ശേഷം ഒടുവിൽ അവൻ വിജയിച്ചു. ആഫ്റ്റർ മച്ച് പുഷിംഗ് ആൻഡ് സ്ട്രെയിനിങ്. സ്ട്രെയിനിങ് എന്ന് വെച്ചാൽ കഷ്ടപ്പെടൽ അല്ലെങ്കിൽ കഠിന പ്രയത്നം ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. ആഫ്റ്റർ മച്ച് പുഷിംഗ് ആൻഡ് സ്ട്രെയിനിങ്, വളരെയധികം സമ്മർദ്ദത്തിനും കഷ്ടപ്പാടിനും ശേഷം. ഹി ഫൈനലി സക്സീഡഡ്. ഫൈനലി ഒടുവിൽ, സക്സീഡഡ് വിജയിച്ചു. ഹി ഫൈനലി സക്സീഡഡ്, ഒടുവിൽ അവൻ വിജയിച്ചു. ആഫ്റ്റർ മച്ച് പുഷിംഗ് ആൻഡ് സ്ട്രെയിനിങ് ഹി ഫൈനലി സക്സീഡഡ്. ആഫ്റ്റർ ദ പെസൻറ്റ് വെന്റ് ബാക്ക് ടു പിക്ക് അപ്പ് ഹിസ് വെജിറ്റബിൾസ് ഹി നോട്ടീസ്ഡ് എ പേഴ്സ് ലയിങ് ഇൻ ദ റോഡ് വേർ ദ ബൗൾഡർ ഹാഡ് ബീൻ. കർഷകൻ പച്ചക്കറികൾ എടുക്കാൻ തിരികെ പോയപ്പോൾ പാറക്കല്ല് വെച്ചിരുന്ന റോഡിൽ ഒരു പേഴ്സ് കിടക്കുന്നത് അയാൾ കണ്ടു. ആഫ്റ്റർ ദ പെസൻറ്റ് വെന്റ് ബാക്ക് ടു പിക്കപ്പ് ഹിസ് വെജിറ്റബിൾസ്. വെന്റ് ബാക്ക് തിരിച്ചുപോയി. പിക്കപ്പ് എന്ന് പറഞ്ഞാൽ നിലത്ത് നിന്ന് എടുക്കുക എന്നാണ് അർത്ഥം. ആഫ്റ്റർ ദ പെസൻറ്റ് വെന്റ് ബാക്ക് ടു പിക്കപ്പ് ഹിസ് വെജിറ്റബിൾസ്. കർഷകൻ തൻ്റെ പച്ചക്കറികൾ എടുക്കാൻ തിരികെ പോയപ്പോൾ. ഹി നോട്ടീസ്ഡ് എ പേഴ്സ് ലയിങ് ഇൻ ദ റോഡ്. നോട്ടീസ്ഡ് ശ്രദ്ധിച്ചു അല്ലെങ്കിൽ കണ്ടു. ലയിങ് എന്ന് പറഞ്ഞാൽ കള്ളം പറയൽ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ഒരേ നിരപ്പിൽ കിടക്കുന്ന എന്നുള്ള അർത്ഥത്തിലും നമുക്ക് പറയാം. ഹി നോട്ടീസ്ഡ് എ പേഴ്സ് ലയിങ് ഇൻ ദ റോഡ്. റോഡിലൊരു പേഴ്സ് കിടക്കുന്നത് അയാൾ കണ്ടു. അത് എവിടെയായിരുന്നു? വേർ ദ ബൗൾഡർ ഹാഡ് ബീൻ. പാറക്കല്ല് വെച്ചിരുന്ന റോഡിൽ. ആഫ്റ്റർ ദ പെസൻറ്റ് വെന്റ് ബാക്ക് ടു പിക്കപ്പ് ഹിസ് വെജിറ്റബിൾസ് ഹി നോട്ടീസ്ഡ് എ പേഴ്സ് ലയിങ് ഇൻ ദ റോഡ് വേർ ദ ബൗൾഡർ ഹാഡ് ബീൻ. ദ പേഴ്സ് കണ്ടെയ്ൻഡ് many gold coins and a note from the king explaining that the gold was for the person who removed the powder from the roadway. ആ പേഴ്സിൽ ധാരാളം സ്വർണ്ണ നാണയങ്ങളും റോഡിൽ നിന്ന് പാറക്കല്ല് നീക്കം ചെയ്തയാൾക്കുള്ളതാണ് സ്വർണം എന്ന് വിശദീകരിക്കുന്ന രാജാവിൻ്റെ ഒരു കുറിപ്പും ഉണ്ടായിരുന്നു. ദ പേഴ്സ് കണ്ടെയ്ൻഡ് മെനി ഗോൾഡ് കോയിൻസ്. കണ്ടെയ്ൻ എന്ന് പറഞ്ഞാൽ അടങ്ങിയിരിക്കുക, ഉൾക്കൊള്ളുക, ഇതൊക്കെയാണ് അർത്ഥം. ദ പേഴ്സ് കണ്ടെയ്ൻഡ് മെനി ഗോൾഡ് കോയിൻസ്. പേഴ്സിൽ ധാരാളം സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വേറൊരു കാര്യത്തെക്കുറിച്ചും കൂടെ പറയുന്നുണ്ട്. ആൻഡ് എ നോട്ട് ഫ്രം ദ കിങ് എക്സ്പ്ലെയിനിങ് ദാറ്റ് ദ ഗോൾഡ് വാസ് ഫോർ ദ പേഴ്സൺ ഹൂ റിമൂവ് ദ പൗഡർ ഫ്രം ദ റോഡ്വേ. എ നോട്ട് ഫ്രം ദ കിങ്. നോട്ട് എന്ന് വെച്ചാൽ കുറിപ്പ്. എ നോട്ട് ഫ്രം ദ കിങ്, രാജാവിൻ്റെ ഒരു കുറിപ്പ്. എക്സ്പ്ലെയിനിങ് ദാറ്റ്, എക്സ്പ്ലെയിൻ വിശദീകരിക്കുക. എന്താ വിശദീകരിക്കുന്നത്? ദ ഗോൾഡ് വാസ് ഫോർ ദ പേഴ്സൺ ഹൂ റിമൂവ് ദ പൗഡർ. റിമൂവ് എന്ന് വെച്ചാൽ നീക്കം ചെയ്യുക. ദ ഗോൾഡ് വാസ് ഫോർ ദ പേഴ്സൺ ഹൂ റിമൂവ് ദ പൗഡർ. പാറക്കല്ല് നീക്കം ചെയ്ത വ്യക്തിക്കുള്ളതായിരുന്നു സ്വർണം. ഫ്രം ദ റോഡ്വേ, റോഡരികിൽ നിന്ന് അല്ലെങ്കിൽ വഴിയിൽ നിന്ന്. ദ പേഴ്സ് കണ്ടെയ്ൻഡ് മെനി ഗോൾഡ് കോയിൻസ് ആൻഡ് എ നോട്ട് ഫ്രം ദ കിങ് എക്സ്പ്ലെയിനിങ് ദാറ്റ് ദ ഗോൾഡ് വാസ് ഫോർ ദ പേഴ്സൺ ഹൂ റിമൂവ് ദ പൗഡർ ഫ്രം ദ റോഡ്വേ. മോറൽ, അതായത് ഈ കഥയുടെ ഗുണപാഠമാണ് നമ്മൾ പറയാൻ പോകുന്നത്. എവറി ഒബ്സ്റ്റക്കിൾ we come across in life gives us an opportunity to improve our circumstances. And while the lazy complain, the others are creating opportunities through their kind hearts, generosity and willingness to get things done. ജീവിതത്തിൽ നാം നേരിടുന്ന എല്ലാ തടസ്സങ്ങളും നമ്മുടെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള അവസരം നൽകുന്നു. മടിയന്മാർ പരാതിപ്പെടുമ്പോൾ മറ്റുള്ളവർ അവരുടെ ദയുള്ള മനസ്സുകൾ, ഉദാരത, കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള സന്നദ്ധത എന്നിവയിലൂടെ അവസരങ്ങൾ സൃഷ്ടിക്കുന്നു. എവറി ഒബ്സ്റ്റക്കിൾ വി കം അക്രോസ് ഇൻ ലൈഫ്. ഒബ്സ്റ്റക്കിൾ തടസ്സം അല്ലെങ്കിൽ പ്രതിബന്ധം. എവറി ഒബ്സ്റ്റക്കിൾ വി കം അക്രോസ് ഇൻ ലൈഫ്. ജീവിതത്തിൽ നാം നേരിടുന്ന എല്ലാ തടസ്സങ്ങളും ഗീവ്സ് അസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഇംപ്രൂവ് അവർ സർക്കംസ്റ്റാൻസസ്. ഗിവ് തരിക അല്ലെങ്കിൽ കൊടുക്കുക. ഗിവ്സ് അസ് നമുക്ക് തരുന്നു. ആൻ ഓപ്പർച്യൂണിറ്റി, ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാൽ അവസരം. ടു ഇംപ്രൂവ് അവർ സർക്കംസ്റ്റാൻസസ്. ഇംപ്രൂവ് മെച്ചപ്പെടുത്തുക. സർക്കംസ്റ്റാൻസസ് എന്ന് വെച്ചാൽ സാഹചര്യങ്ങൾ, അവസ്ഥകൾ, ഇതൊക്കെയാണ് അർത്ഥം. ടു ഇംപ്രൂവ് അവർ സർക്കംസ്റ്റാൻസസ്, നമ്മുടെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ. ആൻഡ് വൈൽ ദ ലേസി കംപ്ലെയിൻ. വൈൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ അല്ലെങ്കിൽ അതേസമയം. ലേസി മടിയനായ. കംപ്ലെയിൻ എന്ന് വെച്ചാൽ പരാതിപ്പെടുക. വൈൽ ദ ലേസി കംപ്ലെയിൻ, മടിയന്മാർ പരാതി പറയുമ്പോൾ. ദി അതേഴ്സ് ആർ ക്രിയേറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ്. ക്രിയേറ്റ് എന്ന് വെച്ചാൽ സൃഷ്ടിക്കുക. ദി അതേഴ്സ് ആർ ക്രിയേറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ്, മറ്റുള്ളവർ അവസരങ്ങൾ സൃഷ്ടിക്കുന്നു. എന്തിലൂടെയാണ്? ത്രൂ ദെയർ കൈൻഡ് ഹാർട്ട്സ്, ജനറോസിറ്റി ആൻഡ് വില്ലിങ്നെസ് ടു ഗെറ്റ് തിങ്സ് ഡൺ. കൈൻഡ് ദയയുള്ള, കൈൻഡ് ഹാർട്ട്സ്
ദയയുള്ള ഹൃദയങ്ങൾ അല്ലെങ്കിൽ ദയയുള്ള മനസ്സുകൾ. ജനറോസിറ്റി എന്ന് പറഞ്ഞാൽ ഉദാരത, ദാനശീലം, മാഹാത്മ്യം, ഇതൊക്കെയാണ് അർത്ഥം. അൺവില്ലിങ്നെസ് ടു ഗെറ്റ് തിങ്സ് ഡൺ, കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള സന്നദ്ധത. ത്രൂ ദ കൈൻഡ് ഹാർട്ട്സ്, ജനറോസിറ്റി ആൻഡ് വില്ലിങ്നെസ് ടു ഗെറ്റ് തിങ്സ് ഡൺ. Every obstacle we come across in life gives us an opportunity to improve our circumstances, and while the lazy complain, the others are creating opportunities through their kind hearts, generosity, and willingness to get things done.